ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. എന്താ ഇത്? സ്കൂളിൽ നിന്ന് മദർ തെരേസ തന്നയച്ചതാ. കുട്ടികളുടെ സസ്പെൻഷൻ പിൻവലിച്ചു. ഇതൊന്ന് ഒപ്പിട്ട് കൊടുത്തേക്കും. ചായ മിടുമിടുക്കിയ മാത്തച്ഛൻ കണ്ടുപിടിച്ച പുതിയ ടീച്ചർ ഇന്നലെ കുട്ടികളെ സ്കൂളിൽ കൊണ്ടുവന്ന് ടീച്ചർമാരോട് ചെയ്ത തെറ്റുകൾക്കെല്ലാം അവരെ കൊണ്ട് മാപ്പ് പറയിച്ചു. നല്ല ഐശ്വര്യമുള്ള കുട്ടി. എവിടെ നിന്ന് കിട്ടി? കുടുംബത്തിലെ തന്നെയാ. അത് ഏത് വകയില്? എൻ്റെ അമ്മയുടെ ഒരു വകയിൽ ബന്ധുവാ. മാത്തച്ഛന്റെ ഭാഗ്യം എന്നേ ഞാൻ പറയൂ. ആ പിന്നെ കല്യാണ ദിവസം ഇനി അടുത്തു. കുറി ഒന്നും കൊടുത്തു തുടങ്ങിയില്ലേ? ചാക്കോച്ചന്റെ കുറി ഞാൻ കണ്ടു. ഒരുമാതിരി 5 സ്റ്റാർ ഹോട്ടലിലെ മെനു മാതിരിയുണ്ട്. ഇങ്ങനെ ഒരു വിവാഹം ഇനി ഈ ഭൂമിയിൽ ഉണ്ടാകാൻ പാടില്ലെന്ന വാശിയിലാണ് പുള്ളിക്കാരൻ, അല്ലേ? എന്നാ ഞാൻ വരട്ടെ. ഇതൊന്ന് ഒപ്പിട്ട് കൊടുത്തയക്കാൻ മറക്കരുത്. എന്താടോ കേൾക്കുന്നത്? ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടുവന്ന് പറഞ്ഞ പോലായി. കുട്ടികളൊക്കെ എന്നെ എന്താ വിളിക്കുന്നത് ഡാഡിക്ക് അറിയോ? കുട്ടിപ്പന്നിന്ന്. അതൊക്കെ പണ്ട്. ഇപ്പൊ എന്നെ അമ്മായിന്നാ വിളിക്കുന്നത്. കള്ളനസ്രാണി മാർക്കാരൻ പട്ടയെന്ന് വിളിച്ചിരുന്നത് എന്നെ ഇപ്പൊ വിളിക്കുന്നത് അയ്യരങ്കിൽ അയ്യരങ്കിൽ എന്നാ. അതാ കുരുന്നിന്റെ വിളി കേട്ട കുളിര് കോരും. കരിമ്പൂതവും മാറി വല്യപ്പച്ചനായി. പക്ഷെ കാര്യങ്ങൾ ഓരോന്നോരോ വശത്ത് മംഗളമാകുമ്പോ മറുവശത്ത് മനസ്സ് തുടിക്കുക. എല്ലാം എവിടെ ചെന്ന് അവസാനിക്കുവാവോ? കല്യാണ ദിവസം ഇനി അടുത്ത് വരുന്നു. നീന പറയുന്ന കാര്യമുണ്ട്. പക്ഷെ ബോബി മോൻ അവൻ ഒരിക്കലും ഒരു കള്ളനോ ചതിയനോ ആവാൻ പറ്റില്ല. എനിക്ക് വിശ്വാസമുണ്ട്. ചാക്കോച്ചൻ ഇത് അറിയുന്ന ദിവസം എനിക്കത് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. ചാക്കോച്ചന്റെ മോളാണെങ്കിൽ പലതും സ്വപ്നം കണ്ട് നടക്കുക. ഇവിടെ ഉണ്ടല്ലോ അതേ പ്രായത്തിലൊരു പെണ്ണ്. അവളുടെ ശാപം ഇതിന്റെ തലേ വീഴായിരുന്നാ മതിയായിരുന്നു. Wish you a happy married life. Thank you. Wish you a happy married life. വുഡ്ബി വന്നില്ലേ? ഇല്ല, വരും. ആളെപ്പോഴും ബിസിയാണ്. ബോബി വന്നില്ലേ? ഓ, പുള്ളിക്കാരനെ കാത്തു നിന്നാ ഒരിടത്തും പോക്കുണ്ടാവില്ല. അതുകൊണ്ട് ഞാനിങ്ങി പോന്നു. നല്ല ആളാ. ഒരുമിച്ച് വരാമെന്ന് പറഞ്ഞ് ഞാൻ വീട്ടിൽ കാത്തിരുന്നു. പ്രതീക്ഷിക്കാതെ ഓഫീസ് ചിലപ്പോൾ പണി കൂടുതൽ വന്നു. അതുകൊണ്ട് വീട്ടിൽ പോകാൻ നേരെ ഇങ്ങോട്ട് വന്നു. വിളിക്കാത്ത ഒരു അതിഥി കൊണ്ട് ഡേസി. ആ, അത് സാരമില്ല. റോയ്ച്ചൻ എന്റെ സ്വന്തം സഹോദരനെ പോലെ. അതുകൊണ്ടല്ലേ ബോബി വന്നേ തീരുന്ന് ഞാൻ പറഞ്ഞത്. വരൂ. പെണ്ണിനെയും ചെറുക്കനെയും കാണണ്ടേ? ബോബി വന്നില്ലെങ്കിൽ ഞാൻ ചമ്മിപ്പോയെ. ബോബി പോയിട്ട് വരും. വാ. ഹായ്. ഹലോ ഹലോ ഹലോ. നേരത്തെ പരിചയമുണ്ടോ? പിന്നെ മനസമ്മതത്തിന് ഇനി എന്റെ ഹസ്ബൻഡിനെ കണ്ടില്ലെന്ന് പരാതി വേണ്ട. വിവാഹത്തിന് ഞങ്ങൾ രണ്ടുപേരും കൂടെ ക്ഷണിച്ചിരിക്കുന്നു കേട്ടോ. അല്ല, ഉണ്ണുണ്ണിച്ചായനോ? അന്ന് ക്ലബിൽ നിന്ന് കണ്ടാ പിന്നെ കണ്ടില്ലല്ലോ. എനിക്കൊരു ലായേഴ്സ് കോൺഫറൻസ് ഉണ്ടായിരുന്നു. ആശുപത്രിയിലാണെന്നും വയറ് കഴിയുന്നൊക്കെ പറഞ്ഞു കേട്ടു. ഓ, അതെന്റെ ഒരു ഹോബിയാണ്. കൂടെ കൂടെ വയറ് കഴിയുന്നു. എന്റെ കഴിവ് കൂടെ. അതെന്തിന്? പുറം മാത്രം നന്നായിരുന്നാ പോരാ, അകം കൂടെ നന്നായിരിക്കണം. നീ ഇയാളെ നീനയുടെ ഹസ്ബൻഡ് എന്ന് പറഞ്ഞല്ലേ പരിചയപ്പെടുത്തിയത്? അതെ. ഇയാളിപ്പോ വീണ്ടും വിവാഹം കഴിക്കാൻ പോകുന്നു പറയുന്നല്ലോ. എനിക്കും അതാ മനസ്സിലാവാത്ത. നിങ്ങളല്ല, ഭർത്താവിന്റെ അടുത്തുനിന്ന് ഭാര്യ കാമുകനെ വിളിച്ചു മാറ്റി പരസ്യമാക്കി സ്വന്തം ഈ ലോകത്തിന് ആദ്യമായിട്ടാണ്. ഇന്ന് ഞാൻ എന്റെ അവസാനം കണ്ടോ. സോറി ഡോക്ടർ. നീന വന്നിട്ടുണ്ട്. നമുക്ക് വേഗം ഇവിടെ എവിടെ? സത്യമാണോ നീ പറയുന്നത്? നീന ബോബിയുടെ ഭാര്യയാണ്. ഞാൻ വ്യക്തമായിട്ട് ചോദിച്ചറിഞ്ഞു. ദൈവാധീനം കൊണ്ട് ബ്രെയിന് തകരാറൊന്നുമില്ല. പോലീസ് കേസ് ഫയൽ ചെയ്തിട്ടുണ്ടോ? കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. താടിയെല്ലിന് അടിയേറ്റതുകൊണ്ട് സംസാരിക്കാനാവില്ല. ഒരാഴ്ചത്തേക്ക് അനങ്ങാനും പാടില്ല.
തലയിലെ മുറി ഉണങ്ങി കഴിഞ്ഞാൽ വീട്ടിൽ പോ. ഡോക്ടർ, അടിച്ചവന്റെ എന്തെങ്കിലും വിവരം കിട്ടിയോ? അയാൾക്കൊന്നും ഓർമ്മയില്ല. അല്ല, ഒരു ചെറിയ ചായയെങ്കിലും എങ്ങനെ ഇരിക്കുമെന്നൊരു... ആദ്യത്തെ അടിക്ക് തന്നെ ബോധം പോയി. എങ്ങനെ കാണാൻ? പണം കടം വാങ്ങി ആരോ ആണെന്നാ പോലീസ് റിപ്പോർട്ട്. ഓ, രക്ഷപ്പെട്ടു. അല്ല, രക്ഷപ്പെട്ടല്ലോ, ചാവാതെ രക്ഷപ്പെട്ടല്ലോ എന്ന് പറയായിരുന്നു. വിവാഹം ഏതായാലും നിശ്ചയിച്ച നാളിൽ തന്നെ നടക്കട്ടെ, അല്ലേ ചാക്കോച്ച? ചാക്കോച്ച സമ്മതിച്ചു. ഇനി നമുക്ക് മറ്റൊന്നും ആലോചിക്കാനില്ല, നടത്തുക തന്നെ. ഡാഡി എന്ത് ധൈര്യത്തിലാ വിവാഹത്തിന് സമ്മതിച്ചത്? വിവാഹത്തിന് മുമ്പ് അയാളോട് എല്ലാം തുറന്നു പറയണമെന്ന് ഞാൻ വിചാരിച്ചതാ. പക്ഷെ ഈ നിലയിൽ കിടക്കുന്ന ഒരാളോട് എങ്ങനെ പറയും? നീ തന്നെയാണോ അയാളുടെ തലയടിച്ച് പൊളിച്ചത്? ഡാഡി, ഒരുപാട് ചങ്ങിക്കുത്ത് നടത്താനും പറയരുത്. എനിക്ക് അങ്ങനെ വല്ല ഉദ്ദേശം ഉണ്ടായിരുന്നു ഞാൻ അവളുടെ തല അടിച്ചു പൊളിക്കില്ലായിരുന്നോ? നീ ഇനി വെറുതെ കുറ്റം പറയണ്ട. എനിക്കറിയാം എല്ലാവരും അവളുടെ പക്ഷത്താ. പക്ഷെ കർത്താവിന്റെ കൂടെ നോക്കിക്കോ, ഈ കല്യാണത്തിന് മുമ്പ് ഡാഡിക്ക് മനസ്സിലാവും പാല ഏതാ വെള്ളം ഏതാന്ന്. ബോബി, ടെലഗ്രാം വന്നിട്ടുണ്ട്. എന്തിന്? നാളെ കാലത്ത് മണികണ്ഠം വരുന്നു. ഒന്നിപ്പിഴച്ച മൂന്നെന്നാണടാ. ഇപ്രാവശ്യം ഒന്നുകിൽ നീ, അല്ലെങ്കിൽ ഞാൻ. എല്ലാത്തിനെയും നാളെ ഞാൻ കൊല്ലുവടാ. എടാ, നിനക്ക് ഒരു വ്യത്യാസം ഇല്ലല്ലോടാ. നീ പഴയ മഴുവൻ മണികണ്ഠൻ തന്നെ. മഴുവനും മണ്ടനൊക്കെ ആണെങ്കിലും ഒരു ആവശ്യം വന്നപ്പോ ഈ മണികണ്ഠനെ ഉണ്ടായുള്ളൂ. ഇവനാണ് എന്റെ ഭാര്യയുടെ ഗർഭമായിട്ടെടുക്കാൻ വന്നിരിക്കുന്ന തേണ്ടി. എല്ലാറ്റിനെയും ഞാനിന്ന് ഒരുമിച്ച് കൊല്ലും. സോണി, ഗെറ്റ് റെഡി. വാടി സർ. ഇനി മൂന്നിന്റെയും കട്ട പോകാം. കച്ചട പരിപാടിയാണ്. പിന്നെ നീ എന്റെ ഒരു സുഹൃത്തായതുകൊണ്ടും 50,000 രൂപ തരാന്ന് പറഞ്ഞതുകൊണ്ടും ചെയ്യാം. കൊച്ചിനെയും തള്ളയും വീട്ടിൽ നിറക്കിയാല് അപ്പൊ കയ്യിൽ കാശ് തരും. വേറെ വല്ല ഡീറ്റെയിൽസ് അറിയണോ? ഒന്നും വേണ്ട. അതിന് ഏറ്റവും സ്ട്രോങ് തെളിവ് ഇതല്ലേ. ഇതാ, ഞാനും നീനയും തമ്മിലുള്ള മാരേജ് സർട്ടിഫിക്കറ്റ്. അവൾ എന്റെ ഭാര്യയാണെന്ന് പ്രൂവ് ചെയ്യാൻ ഇതിൽ കൂടെ വല്ലതും വേണോ? നീ സ്മാള് പറ. നിനക്കെന്താ റമ്മോണ ബ്രാൻഡ് വേണോ? റമ്മ, സ്കോച്ച് അതിൽ കുറഞ്ഞ പരിപാടിയൊന്നുമില്ല. ശരി. പിന്നെ ഇവിടെ ചൂട് പെറോട്ട കിട്ടും. വേറെ പ്ലീസ് പ്ലീസ്. മുട്ടയില്ലേ? മുട്ടയിൽ ഒരു എല്ലില്ലാത്ത boneless chicken ഇല്ലേ? അണ്ണാ, അണ്ണനോ? ആരാ, എവിടെന്നാ, എന്ത് വേണം, എന്താ കാര്യം? ലാസർ പാലയെന്ന് ഒരു കാപ്പ് കുടിക്കണം, എന്റെ ഭാര്യ ഒന്ന് കാണണം. അണ്ണ അവളൊന്ന് വിളിക്കാമോ? ഒന്ന് വിളിയണ്ണ. ഇയാളുടെ ഭാര്യ ഇവിടെ എന്ത് പണി ചെയ്യണ്? ഇവിടെ അവള് ഭാര്യയുടെ പണി തന്നെ ചെയ്യുന്നത്. പോക്കിരിത്തരം പറയുന്നോടാ. കാണിക്കല്ലേ, വല്ലവന്റെ ഭാര്യ ഒളിച്ചു താമസിക്കുന്നതാണോ പോക്കൃത്തരം? ഇവിടത്തെ കൊച്ചുമലയുടെ ഭാര്യയും കൊച്ചുമായിട്ട് താമസിക്കുന്നത് എന്റെ ഭാര്യയും കൊച്ചുവാ. കുഞ്ഞേ, മാത്തു സാറേ, ജയമോളെ ഓടി വരണേ. കണ്ടിട്ടൊരു അവലക്ഷണം പിടിച്ചവനെ പോലുണ്ടല്ലോ. തനി അതെന്റെ അച്ഛന്റെ കുഴപ്പ. താൻ വലിയ ക്രോസ് സാരം നടത്തണ്ട. മര്യാദക്ക് എന്റെ ഭാര്യ കൊച്ചിനും വിളി. താൻ ആരോടാണോ? വേണ്ട. ഉടക്കാൻ നിൽക്കണ്ട. ഡാഡി പറഞ്ഞ ശരിയാ. കണ്ടാലറിയാൻ ചെറ്റയാണെന്ന്. ഇവന്മാരായിട്ടൊക്കെ സംസാരിക്കുന്ന നമ്മുടെ അന്തസ്സിനെ പറ്റിയതല്ല. നിന്നെ വിളിക്കാം. ഹലോ, ഹലോ, ആരാ? ഡാഡി. ഞാൻ ഡാഡി.
ജയ അവളെ വിളിച്ചേ. അവള് വരട്ടെ. ഇറങ്ങി വാടി, ഇറങ്ങി വരാൻ. എടീ ദ്രോഹി, വഞ്ചകി, ചതിച്ചി, എവിടെയാണ് എന്റെ കൊച്ച്? എവിടെയാണ്? നിങ്ങൾ ആരാ? ഞാൻ ആരാണ് അറിയില്ലല്ലേ? സൂക്ഷിച്ചു നോക്ക്. കോട്ടയം സെന്റ് മേരീസ് പള്ളിയിൽ 1990 ജനുവരി 9 മാതാവിനെ സാക്ഷി നിർത്തി നിന്നെ താലി കെട്ടിയ കോർപ്പറേഷൻകാർക്ക് ലാസറിന്റെ മുഖത്ത് നോക്കി നിങ്ങൾ ആരാണെന്ന് ചോദിക്കാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നടി? നിന്റെ ചാന്തിനും പൊട്ടിനും ക്യൂടെക്സിനും പോലും എന്റെ ശമ്പളം തികയില്ലെന്ന് പറഞ്ഞ് നീ വിടുവിട്ട് ഇറങ്ങിയപ്പോൾ പണത്തിനേക്കാൾ വലിയ വില സ്നേഹത്തിനുണ്ടെന്ന് മനസ്സിലാക്കി നീ എന്റെ വീട്ടിൽ തിരിച്ചു വരാൻ നാളെ പ്രതീക്ഷിച്ച് ആ പൂമുഖപ്പുഴയിൽ കഴിഞ്ഞ വെള്ളിയാഴ്ച ഒരു നിനക്ക് വേണ്ടി ഞാൻ കാത്തിരുന്നു. നാട് മുഴുവൻ എന്നെ എന്റെ കുഞ്ഞിനെ തേടി, സോറി, നിന്നെയും നിന്റെ കുഞ്ഞിനെയും തേടി ഇവിടെ കാണാൻ വന്നപ്പോ ഇത്ര ക്രൂരമായി നിങ്ങൾ ആരാണെന്ന് എന്റെ മുഖത്ത് നോക്കി നീ ചോദിക്കുന്നത് ഒരിക്കലും വിചാരിച്ചില്ല. ഇവിടെ ചെവുക്കുറ്റി നോക്കി ഒരു ഒറ്റ എന്റെ നീനെ ശിക്ഷിക്കാൻ രക്ഷിക്കാനുള്ള അധികാരം എനിക്ക് മാത്രമാണ്. എവിടെ നമ്മുടെ കുഞ്ഞ്? ഒന്ന് കാണാനാണ് ഞാൻ ഓടി വന്നത്. പ്ലീസ് പ്ലീസ്. എനിക്ക് ഇയാളെ അറിയാം. കോളേജിൽ വെച്ച് അന്ന് ഇയാളുടെ പേര് മണികണ്ഠനായിരുന്നു അല്ലേ? അതെ, അതിനുശേഷം നിന്നെ കല്യാണം കഴിക്കാൻ വേണ്ടിയല്ലേ ഞാൻ ജാതി മറി ലാസറായത്. വേറെ നല്ല പേരൊന്നും കിട്ടിയില്ലേ മോനെ? അയ്യോ, എല്ലാം കള്ളമാ. എനിക്ക് ഇങ്ങനെ ഒരു ഭർത്താവേ ഇല്ല. നീനാ ഇത്ര നീതി ആവരുത് നീ. നിങ്ങൾ കല്യാണം കഴിച്ചതിന് തെളിവ് വല്ലതും ഉണ്ടോ? ഉണ്ട്, മാരേജ് സർട്ടിഫിക്കറ്റ് ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. മതി, മാരേജ് സർട്ടിഫിക്കറ്റ് മതി. അതിൽ കൂടുതൽ തെളിവ് നമുക്ക് വേണ്ടല്ലോ. ഒരാളെ മനസമാധാനത്തോടെ കൊല്ലാനും സമ്മതിക്കില്ല. ഇതെന്തോടോ ഇത് ഞാൻ അടുക്കളയിലെ ഷെൽഫിലാണ് വെച്ചിരുന്നത്. അങ്ങനെ പറ്റിയതാവും. ഇത് മാരേജ് സർട്ടിഫിക്കറ്റ് തന്നെയാണ്. സീൽ കത്തിയിട്ടില്ല, നോക്കിയാൽ മതി. നോക്കിയാൽ മനസ്സിലാവും. അയ്യപ്പ സ്വാമിയാണ് കർത്താവാണ് സത്യം. അയ്യപ്പ സ്വാമി ജാതി മാറി വെച്ച് നമുക്ക് പഴയ ദൈവങ്ങളെ മറക്കാൻ പറ്റുമോ? ശരി, ഞാൻ നിന്റെ ഭർത്താവല്ല, സമ്മതിച്ചു. പക്ഷെ നീ പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്. നീ ഒരു പണക്കാരന്റെ ഭാര്യയായിട്ട് ജീവിക്കുന്നത് കാണിച്ചു തരാന്ന് പറഞ്ഞാൽ നീ ഇവിടെ വിട്ടിറങ്ങിയത്. നീ സുഖമായി ജീവിച്ചോളൂ. പക്ഷെ എന്റെ കുഞ്ഞ്, എന്റെ സ്വന്തം ചേര, അല്ല സ്വന്തം ചോരയെ പറഞ്ഞ കുഞ്ഞ്, എനിക്കത് വേണം. നിന്റെ ചോര എ പോസിറ്റീവ് ആണോ? ഇമോഷണലായി സംസാരിക്കുന്നതിനിടയിൽ താൻ തമാശ പറയരുത്. താൻ അടുക്കളക്കാരി നോക്കിയാൽ മതി. കുടുംബാരിത്തിൽ നടവണ്ട. ശരി, കുഞ്ഞിനെ ഞാൻ തരാം. നിങ്ങൾ കുറെ നേരമായി കുഞ്ഞ് കൊച്ചെന്നൊക്കെ പറയുന്നുണ്ടല്ലോ. എന്താ കുഞ്ഞിന്റെ പേര്? പേരിലെന്തിരിക്കുന്നു? ബന്ധത്തിലാണല്ലോ കാര്യം. സ്വന്തം അച്ഛന് കുഞ്ഞിന്റെ പേരറിയായിരിക്കുമോ? അതല്ല, പക്ഷെ സാറൊന്ന് ആലോചിക്കണം. സ്വന്തം കുഞ്ഞിന്റെ പേര് പറഞ്ഞ് അത് സ്വന്തം കുഞ്ഞാണെന്ന് തെളിയിക്കേണ്ടി വരുന്ന ഒരു തന്തയുടെ മനോവേദന. ലോകത്തൊരു അച്ഛനെ ഇങ്ങനെ ഒരു ഗതികേട് വരുത്തരുത് ഗുരുവായൂർ കർത്താവേ. അതേത് കർത്താവാണ്? അണ്ണാന്ന് വിളിച്ചോ, ആണ്ട് വേറൊന്നും വിളിപ്പിക്കരുത്. അപ്പം പേര് പറഞ്ഞ കുഞ്ഞിനെ തരും. തരാം. എന്നാ കേട്ടോ, മേരി. മേരി എന്നുള്ള പേരിലൊരു കുട്ടി ഇവിടെ ഇല്ല. മേരി എന്നാണ് ഞാൻ വിളിക്കുന്നത്. എന്റെ കൊച്ചു എനിക്ക് സൗകര്യമുള്ള പേര് വിളിച്ചൂടെ? എന്താ കൊള്ളൂല്ലേ പേര്? നിങ്ങളോട് ചോദിച്ചത് ആ കുട്ടിയുടെ ശരിയായ പേരാണ്. ശരിയായ പേര് മുത്തു. പെൺകുട്ടികൾക്ക് ആരെങ്കിലും മുത്തു എന്ന് പേരിടൂടാ? ഇട്ടൂടെ നിയമമൊന്നുമില്ലല്ലോ. എന്റെ അമ്മയുടെ പേര് പീതാംബരൻ എന്നായിരുന്നു. നിന്നെ കണ്ടപ്പോഴേ എനിക്ക് തോന്നി നേരെ ചുവയുള്ള തന്തയ്ക്കും തള്ളയ്ക്കും ജനിച്ചല്ലെന്ന്. എനിക്കറിയാം, ഇവന്റെ അച്ഛന്റെ പേര് ഭവാനിയമ്മ എന്നാ അല്ലേ? മനുഷ്യ ഇവിടെ തീർന്നു നിൽക്കുമ്പോ കളിയാക്കല്ലേ. കുഞ്ഞിന്റെ പേരപ്പ തനിക്ക് അറിയില്ല. എന്താ പിള്ളേർ ആവശ്യമില്ലാത്ത പോലെ സാധനം ഓരോ സ്ഥലത്ത് കൊണ്ടുവയ്ക്കും. ഇവന്റെ വായിക്കാത്ത കയറിയിരുന്ന് വിടുവിച്ചാലേ ശരിയാവും. ജയ, പോലീസ് സ്റ്റേഷനിലേക്ക് ഒന്ന് ഫോൺ ചെയ്തിട്ട് എസ് ഐ വരാൻ പറ. ഇവനെ ഞാനൊന്ന് ശരിയാക്കും. വേണ്ടടി, ഇവനെ ഞാൻ ഹാൻഡിൽ ചെയ്യാം. സത്യം പറയണം. കുഞ്ഞിന്റെ പേര് നിനക്കറിയാം? കുഞ്ഞിന്റെ പേര് പറഞ്ഞാൽ കുഞ്ഞിനെ തള്ള നിനക്ക് വിട്ടുതരാം. പറയടാ, കുഞ്ഞിന്റെ പേര് മല. മല മല കുഞ്ഞിന്റെ പേര് മല. മലയോ? പോലീസിനെ വിളി. മലയല്ലടാ, കുന്ന്. കുന്ന് നിന്റെ അമ്മയുടെ 16 അടി നടന്നില്ലേ? ആ കുന്ന്. കഴുത, മല കഴുത. അത്ര വലിയ വായൊന്നും അടിക്കണ്ട. പറഞ്ഞപ്പോ മുഴുവനും പറയണമായിരുന്നു. എന്ത് പറയണം? ആര് പറയണം? നീ പറയണമായിരുന്നു. കൊച്ചിന്റെ തന്തേറ്റ പിന്നെ നീയല്ലേ പറഞ്ഞത്. അപ്പൊ കൊച്ചിന്റെ പേരും പറയണമായിരുന്നു. പച്ച കള്ളാടി ഞാൻ ഇവിടെ കണ്ടിട്ട് പോലുമില്ല. ഓ, അങ്ങനെ എന്നെ മാത്രം കള്ളനാക്കിയിട്ട് നീ രക്ഷപ്പെടാൻ ശ്രമിക്കണ്ട. എടാ, ഈ പെണ്ണിന്റെ ഭർത്താവായിട്ട് അഭിനയിക്കാൻ 50,000 തരാൻ നീ ടെലിഗ്രാം ചെയ്തിട്ട് ഞാൻ വന്നത്. 5 വർഷം ഞാൻ ടെലിഗ്രാം അടിച്ചിട്ട്. 5 വർഷം മുമ്പ് നീ ആർക്കടിച്ച്? നിന്റെ അച്ഛൻ ചെത്തപ്പോ കൺഗ്രാജുലേഷൻ ടെലിഗ്രാം അടിച്ചടാ. സാർ, എവനാണ് ഫ്രോഡ്? സത്യം ഞാൻ പറയാം. ഞാനും നീനെ ഒരു കാലം എവര് തമ്മിൽ പ്രേമമായിരുന്നു.
നീ അനുസരിച്ചില്ല, തട്ടിക്കളയുന്നവരെ അവൻ ഭീഷണിപ്പെടുത്തി. എന്നിട്ട് ഏറ്റില്ല, അവൾ കുഞ്ഞിനെ പ്രസവിച്ച് വളർത്തുമെന്ന് പറഞ്ഞു. ഇവൻ അന്ന് മുങ്ങി. അതിനുശേഷം ഞങ്ങൾ തമ്മിൽ കാണുന്നത് ഇന്നാണ്. സാറേ, ഈ കുഞ്ഞ് അവന്റെ തന്നെയാണ്. ജയിലിൽ വിളിച്ച് എന്നെ തൂക്കിക്കൊല്ല, ഒരു കയറെടുത്ത് വെക്കാൻ പറഞ്ഞാടി, ഞാൻ ഇന്നിവരെ കൊല്ലും. ഇനിയൊരു പെണ്ണിന്റെ ജീവിതം കൂടെ നശിപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ലടാ. ചാക്കോച്ച തന്റെ മോളെ രക്ഷിച്ചു.